ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇന്നൊരു പോർക്ക് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന് ചേട്ടായുടെ സ്പെഷ്യലാണ്. പോർക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പോർക്കും ചിക്കനേ വാങ്ങാറുള്ളൂ, ബീഫ് അങ്ങനെ വാങ്ങാറില്ല. അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ഒരു ഗ്രില്ല് ചെയ്യാമെന്ന് ചേട്ടായി പറഞ്ഞു. അപ്പോൾ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കനേഡിയൻ സ്റ്റൈല്, അതായത് ഇവരുടെ സ്റ്റൈലിലൊന്ന് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നിൽ നമ്മൾ ഉപ്പും കുരുമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ, മറ്റേതിൽ നമ്മൾ ഇവരുടെ ഒരു മസാല അത് മാത്രമേ തേച്ചിട്ടുള്ളൂ. അങ്ങനെ ഒന്ന് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് 2 വഴുതനയും കൂടി വെച്ചിട്ടുണ്ട്, ഒരു വെറൈറ്റിക്ക് വേണ്ടി വെച്ചതാണ്. അപ്പോൾ അതും കൂടെ കൂട്ടി അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ പോർക്ക് തിന്നാറില്ല, വല്ലപ്പോഴും തിന്നാറുള്ളൂ. എനിക്ക് അത്രയ്ക്ക് പോർക്ക് അങ്ങ് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഇവരുടെ മസാല എനിക്കധികം ഇഷ്ടമല്ല. എന്തോ എനിക്കത് ഇഷ്ടമല്ല. അത് ഒരാളിരുന്ന് കാര്യമായിട്ടുള്ള മുറുക്ക് തീറ്റയാണ്. ഈ മുറുക്കിന് ഭയങ്കര എരിവ്, എന്നാലും പുള്ളിക്ക് അത് ഇടയ്ക്ക് ഒന്ന് എടുത്ത് തിന്ന് അടുത്ത് വെള്ളവും വെച്ചുകൊണ്ടൊന്ന് തിന്നില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേട്. അവന് ഗ്രില്ല് ചെയ്യുകയാണെന്നോ ഒന്നും അവൻ അറിയണ്ട, അവൻ്റെ കാര്യത്തിൽ അവൻ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നോക്കാം എന്തായെന്ന്. അതാ പോർക്ക് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് അധികം നേരം വെക്കണം. ഞങ്ങൾ കുറച്ച് അധികം നേരം വെച്ചു, കാരണം അത് ഉള്ളിലോട്ടങ്ങ് വേഗണില്ല. അവർ ചില പകുതിയൊക്കെ വേവിച്ചത് കഴിക്കാറുള്ളൂ. നമുക്ക് അങ്ങനെ പകുതി വേവിച്ച് കഴിച്ചാലൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല. നന്നായിട്ട് വേവിച്ച് തന്നെ നമ്മൾ കഴിച്ചാലല്ലേ നമുക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പം അങ്ങനെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് അധികം വെന്തിട്ടില്ല. അപ്പം ഒന്നുകൂടെ വെക്കാമെന്ന് പറഞ്ഞ് ചേട്ടായി ഒന്നുകൂടെ വെക്കാൻ വേണ്ടിയുള്ള പരിപാടി തുടങ്ങുകയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ സൈഡായിട്ട് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒന്നും കിട്ടാറില്ല. അപ്പം ഉഴുന്ന് ഞങ്ങൾ ഒരു പ്രാവശ്യം മലയാളി കടയിൽ പോയപ്പോൾ കുറച്ച് ഉഴുന്ന് കിട്ടിയായിരുന്നു. ഞാനപ്പോൾ കുറച്ച് അധികം ഉഴുന്ന് മേടിച്ച് വെച്ചു. പിന്നെ ഇവിടെ റവ കിട്ടും കേട്ടോ. റവ വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ അത്രയൊന്നും ചേട്ടായൊന്നും കഴിക്കാറില്ല, ഞാനും കൂടെ മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഇതിലായിട്ട് ഒരു കാര്യം ചെയ്തു നോക്കിയപ്പോൾ അത് സക്സസ് ആയി. വേറെ ഒന്നുമല്ല, ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് റവയും കൂടെയും കുറച്ച് ജീരകവും കൂടെ ഇട്ടിട്ട് ഞാൻ അടിച്ച് അപ്പം പോലെ ഉണ്ടാക്കി നോക്കി. കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന അപ്പം. എന്താ പറയുക, ജീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ല അപ്പമാണ്. കറിയൊക്കെ കൂട്ടി തിന്നാൻ കുഴപ്പമില്ല, നല്ല അപ്പം, അടിപൊളി അപ്പമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് അപ്പവും കൂടെ ഉണ്ടാക്കി ഇതിൻ്റെ സൈഡായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇവരുടെ മസാല എന്ന് പറയുന്നത് ഭയങ്കര ഉപ്പായിരിക്കും. എന്താണെന്നറിയില്ല, ഇവർ എല്ലാ സാധനത്തിനകത്ത് കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം KFC മേടിച്ചപ്പോഴും ആണെങ്കിലും അതിനകത്ത് ഭയങ്കര ഉപ്പാണ് മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് ആ KFCയുടെ ടേസ്റ്റ് അറിയാനേ പറ്റുന്നില്ല. അത് അപ്പം നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഈ മസാലയ്ക്കും അതെ, ഭയങ്കര ഉപ്പ്. ഞാൻ ഒരു കഷ്ണം എടുത്ത് വായിൽ വെച്ച് നോക്കിയിട്ട് ആ ഇറച്ചിയുടെ ടേസ്റ്റേ അറിയാൻ പറ്റുന്നില്ല. ഭയങ്കര ഉപ്പാണ് മുന്നിലോട്ട് എന്തായി നിൽക്കുന്നത്. എന്താണാവോ അവരങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാ നമുക്ക് എന്നിട്ട് ഇറച്ചി ചേട്ടായി മുറിച്ച് നോക്കിയപ്പം ഉള്ളു കുറച്ചുകൂടെ വേകാനുള്ളതുപോലെ തോന്നി. അപ്പം ചേട്ടായി പറഞ്ഞു ഒന്നുകൂടെ വെക്കാമെന്ന് പറഞ്ഞിട്ട് ചേട്ടായി ഒന്നും കൂടെ ഗ്രില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഉള്ളധികം അങ്ങ് വേകാത്ത പോലെ തോന്നി ഉള്ളു. അപ്പോൾ ഒന്നുകൂടെ വെക്കാമെന്ന് പറഞ്ഞ് ചേട്ടായി വെക്കാനുള്ള പരിപാടിയാണ്. പിന്നെ അധികം കുരുമുളകൊന്നും ഇട്ടിട്ടില്ല, കൊച്ചിനും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ച് അധികം കുരുമുളകൊന്നും ഇടാതെയാണ് വെച്ചത്. അപ്പോൾ അവനും തിന്നോളൂല്ലോ, അങ്ങനെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ അപ്പവും പോർക്കും ഗ്രില്ല് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബായ്.